ഏറെ പ്രത്യേകതകളുള്ള ഒരു ദേവാലയത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. 4 പേപ്പൽ ബസിലിക്കകളിൽ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ആദ്യത്തേതുമായ ബസിലിക്ക സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക, മദർ ഓഫ് ഓൾ ചർച്ചസ് എന്നാണ് ഈ ഒരു ബസിലിക്ക അറിയപ്പെടുന്നത്. മാത്രമല്ല ആർച്ച് ബസിലിക്ക പദവിയുള്ള ഏക പേപ്പൽ ബസിലിക്കയാണ് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക. AD 4 നൂറ്റാണ്ട് മുതൽ AD 14 നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ഒരു ലാറ്ററൻ ബസിലിക്കയും അതിനോടനുബന്ധിച്ചുള്ള ഒരു ലാറ്ററൻ കൊട്ടാരവുമൊക്കെ. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൈസ്തവർക്ക് ആരാധന സ്വാതന്ത്ര്യം കൽപ്പിച്ചു നൽകിയത്. അദ്ദേഹം നൽകിയ ആ ഒരു ലാൻഡിലാണ് ഈ ഒരു ലാറ്ററൻ ബസിലിക്ക പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. AD 324 സിൽവസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പ ഈ ഒരു ദേവാലയം കൂദാശ ചെയ്തത്. ഈ ഒരു ദേവാലയം കൂദാശ ചെയ്യുന്ന സമയത്ത് ക്രൈസ്റ്റ് ദി സേവിയറിന്റെ, രക്ഷകനായ ക്രിസ്തുവിന്റെ പേരിലായിരുന്നു ഈ ഒരു ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്തത്. AD 9 നൂറ്റാണ്ടിൽ പോപ്പ് സെർജ്യൂസ് മൂന്നാമനാണ് ഈ ഒരു ദേവാലയം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ പേരിൽ വീണ്ടും ഡെഡിക്കേറ്റ് ചെയ്തത്. ഒപ്പം 12 നൂറ്റാണ്ടിൽ പോപ്പ് ലൂസിയോസ് രണ്ടാമനാണ് സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റിന്റെ പേരിൽ ഈ ഒരു ദേവാലയം വീണ്ടും ഡെഡിക്കേറ്റ് ചെയ്തത്. വളരെ സുപ്രധാനമായിട്ടുള്ള ചരിത്ര നിമിഷങ്ങളിലൂടെ ഈ ഒരു ദേവാലയം കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ആഗോള കത്തോലിക്ക സഭ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ ആ ഒരു എലക്ഷന് ശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനാണ്. ഒപ്പം തന്നെ റോമ രൂപതയുടെ ബിഷപ്പ് കൂടിയാണ്. മാർപ്പാപ്പയുടെ ഔദ്യോഗിക സീറ്റ് അല്ലെങ്കിൽ ഔദ്യോഗിക സിംഹാസനം ഇരിക്കുന്നത് ഈ ലാറ്ററൻ ബസിലിക്കയുടെ ഉള്ളിലാണ്. AD 4 നൂറ്റാണ്ട് മുതൽ AD 14 നൂറ്റാണ്ട് വരെ, അവിഞ്ഞോൺ പ്രവാസത്തിന്റെ ആ ഒരു കാലഘട്ടം വരെ മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി ഈ ഒരു ലാറ്ററൻ ബസിലിക്കയും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ലാറ്ററൻ കൊട്ടാരവുമായിരുന്നു. മാർപ്പാപ്പയെ കോൺക്ലേവ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോൺക്ലേവിൽ പങ്കെടുത്ത കാർഡിനൽസിനോട് ഒപ്പം മാർപ്പാപ്പ പരിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം മാർപ്പാപ്പ ഈ ഒരു ബസിലിക്കയിലേക്ക് കടന്നു വരും. ഈ ഒരു ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ത്രോൺ, കത്തീഡ്ര എന്നാണ് അറിയപ്പെടുന്ന ആ ഒരു സീറ്റിൽ ഇരിക്കും. അതോടുകൂടിയാണ് മാർപ്പാപ്പയുടെ ആ ഒരു പേപ്പസിക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു ആരംഭം കുറിക്കുന്നത്. റോമ രൂപതയുടെ ഔദ്യോഗിക കത്തീഡ്രലാണ് ഈ ലാറ്ററൻ ബസിലിക്ക. ബിഷപ്പ് ഓഫ് ദി റോം എന്ന നിലയിൽ പോപ്പിന്റെ കത്തീഡ്ര കൂടിയാണ് ഈ ഒരു ലാറ്ററൻ ബസിലിക്ക. പോപ്പിന്റെ ആ ഒരു കത്തീഡ്ര സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ലാറ്ററൻ ബസിലിക്കയിലാണ്. നമുക്കറിയാം, ഇപ്പോൾ മാർപ്പാപ്പയുടെ ആ ഒരു സിംഹാസനം ഒഴിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് ഈ ഒരു ബസിലിക്കയുടെ ഉള്ളിലെ കാഴ്ചകൾ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ആലങ്കാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ആ ഒരു ഇരുട്ടിന്റെ മറവിലാണ് മാർപ്പാപ്പയുടെ ആ ഒരു സിംഹാസനം ഇരിക്കുന്നത്. മാർപ്പാപ്പ ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മെയ് 7 ആ കോൺക്ലേവിന് ശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി, ആ ഒരു കാർഡിനൽ ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴാണ് ആ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖല ലൈറ്റപ്പ് ചെയ്യുന്നത്. പുതിയ മാർപ്പാപ്പയെ വെൽക്കം ചെയ്തുകൊണ്ട് പുതിയ മാർപ്പാപ്പയുടെ ആ ഒരു വരവിൻ്റെ സൂചകമായിട്ട് ആണ് ആ ഒരു സിംഹാസനം സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശം ലൈറ്റപ്പ് ചെയ്യുന്നത്. മറ്റ് ഒട്ടനവധി പ്രത്യേകതകൾ ഈ ഒരു ദേവാലയത്തിനുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാരുടെ തലയോട്ടികളുടെ ആ ഒരു തിരുശേഷിപ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും, ദേവാലയത്തിൻ്റെ ആ ഒരു അൾത്താരയ്ക്ക് ചുറ്റുമായിട്ട് 12 സ്ലീഹന്മാരുടെ തിരുസ്വരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ആ ഒരു തലയോട്ടിയുടെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിരവധി മാർപ്പാപ്പമാരെ ഇവിടെ കബറടക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവസാന അത്താഴം കഴിച്ച ആ ഒരു മേശയുടെ തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. വിശുദ്ധ പത്രോസ് മുതൽ നിരവധി മാർപ്പാപ്പമാർ വിശുദ്ധ ബലി അർപ്പിച്ച അൾത്താരയുടെ തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. ഈ ഒരു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മാർപ്പാപ്പമാർ മാത്രം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ഒരു അൾത്താര അതിൻ്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ ഒരു ദേവാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആ ജൂബിലിയുടെ കവാടമൊക്കെ ഈ ഒരു ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജൂബിലിയുടെ കവാടത്തിൻ്റെ ഉള്ളിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചന പ്രാപ്തിക്കായി നിരവധി വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1378 ഗ്രിഗറി 11 മാർപ്പാപ്പയുടെ ആ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയാണ് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി വത്തിക്കാനിലേക്ക് മാറ്റപ്പെട്ടത്. 1650 പോപ്പ് ഇന്നസെന്റ് 10 മാർപ്പാപ്പയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു രീതിയിലേക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ ആ ഒരു നിർമ്മാണം കൊണ്ടുവന്നത്. 1870 വരെ മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നിരുന്നതും ഈ ഒരു ദേവാലയത്തിലായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഒരു പള്ളിയുടെ മുഖവാരം 1660 1730 ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടത്. 2025 മെയ് മാസം 7 ആരംഭിക്കുന്ന ആ ഒരു കോൺക്ലേവിൽ
സിസ്റ്റൈൻ ചാപ്പലിലെ ആ ഒരു ചിമ്മിനിയിൽ നിന്നും ആ വെളുത്ത പുക ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിൻ്റെ കണ്ണുകൾ വത്തിക്കാൻ ബസിലിക്കയിലെ ആ ഒരു ബാൽക്കണിയിലേക്കായിരിക്കും. അതിനുശേഷം ഏവരും ഉറ്റുനോക്കുന്ന ഒരു ബസിലിക്ക കൂടിയാണ് ഈ ലാറ്ററൻ ബസിലിക്ക. ഇവിടെ വന്ന് മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതോടുകൂടി മാർപ്പാപ്പയുടെ ഒരു പേപ്പസി ആരംഭിക്കും. അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു പാരമ്പര്യം. കാരണം റോമാരൂപതയുടെ ബിഷപ്പ് എന്ന നിലയിൽ മാർപ്പാപ്പയുടെ ആ ഒരു ഔദ്യോഗിക സീറ്റ് ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ്. നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവാലയത്തിൻ്റെ മുകളിലുള്ള തിരുസ്വരൂപങ്ങളാണ്. രക്ഷകനായ ക്രിസ്തു, ക്രൈസ്റ്റ് ദി സേവിയർ, ആ ഒരു തിരുസ്വരൂപവും ഒപ്പം തന്നെ അതിന് ചുറ്റിലുമായി സഭയുടെ ഡോക്ടേഴ്സ് ഓഫ് ദി കാത്തലിക് ചർച്ച്, വേദപാരംഗതരുടെ തിരുസ്വരൂപങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ലാറ്റിൻ ചർച്ചിൽ നിന്നുള്ള വേദപാരംഗതരുണ്ട്, ഒപ്പം തന്നെ ഈസ്റ്റേൺ ചർച്ചസിൽ നിന്നുള്ള വേദപാരംഗതർ കൂടി നമുക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ ആ ഒരു മുഖഭാരത്ത് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു തിരുസ്വരൂപങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.